അപ്പോളേ ഇന്നത്തെ വീഡിയോ നമ്മൾ കോട്ടപ്പുഴയ്ക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചിനി ഇപ്പം എന്താ കോട്ടപ്പുഴൻ്റെ വീഡിയോ ഒന്നും ഇടാത്ത, നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോകലില്ലേ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ കോട്ടപ്പുഴയ്ക്ക് പോകലുണ്ട്, പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പോകും കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ. കാരണം പിന്നെ ഇന്ന് ലീവാണ്, ഞായറാഴ്ചത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് ലീവാണ്. അപ്പോൾ എന്താ പറയുക, അവിടെ ഉണ്ട് ഒരു ആനക്കുണ്ട്. അപ്പോൾ ആനക്കുണ്ടൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അത് കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി മഴക്കാലമായാൽ മഴയത്ത് ഇഷ്ടംപോലെ വെള്ളക്കാരം. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റൂല, പുഴയ്ക്ക് ഇറങ്ങി ചെല്ലാനൊന്നും പറ്റൂല, പേടിയാവും. അപ്പോൾ ഇപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് പോകാം പുഴയ്ക്ക്. അപ്പോൾ പുഴയ്ക്ക് പോവുകയാണ്. അപ്പോൾ കോട്ടപ്പുഴ കാണണമെങ്കിൽ, നമ്മളെ കോട്ടപ്പുഴത്തെ ആനക്കുണ്ട് കാണണമെങ്കിൽ എല്ലാവരും വരി. അവിടെ അടിപൊളിയായിട്ട് ചാടി കുളിക്കാൻ പറ്റും. ചാടി കുളിക്കാൻ കാണിച്ചു തരാം ഞങ്ങൾ. ചാടി കുളിക്കാൻ പറ്റും. വലിയ പാറ കണ്ട് നല്ല രസമാണ് കാണാനൊക്കെ. ഈ പട്ടണത്തിലും സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും. കാരണം ഞങ്ങളിവിടെ കാടിൻ്റെ ഒക്കെ അടുത്താണ്, ഫോറസ്റ്റിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഞങ്ങൾ താമസം, മലൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് താമസം. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും നല്ല നല്ല പിന്നെ ഈ ഏരിയേൻ്റെ അടുത്തായത് ഞങ്ങൾ കേട്ടോ. എന്നാൽ നമുക്ക് പോകാം എല്ലാവരും പേര്. ബൈക്കിനാണ് പോണത്. ഇവിടുന്ന് 5 മിനിറ്റേ ഉള്ളൂ. ആനക്കുണ്ടിൻ്റെ അവിടേക്ക് ഒരു 10 മിനിറ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ, നടന്ന് പോവുകയാണെങ്കിൽ. അപ്പം ഞങ്ങൾ ബൈക്കിനാണ് പോകണം. അപ്പം ചുമിച്ചിട്ടെത്തും. കോട്ട ഇങ്ങോട്ട് വണ്ടി. ഇതാണ് ഞങ്ങളുടെ നാട്. ഞങ്ങൾ കോട്ടപ്പുഴയ്ക്ക് പോവുകയാണ്. 2 മിനിറ്റ് ആയപ്പോൾ മെയിൻ റോട്ടുമ്മക്ക് എത്തി. മെയിൻ റോട്ടുമ്മന്ന് ഇങ്ങനെ പോവുകയാണ്. തേൻപാറയ്ക്കുള്ള റോഡാണ്, TK കോളനിക്കുള്ള റോഡാണ് ഇട്ടത്. TK കോളനിക്കുള്ള റോഡാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് നേരെ ചെട്ടിപ്പാടം പൊട്ടിക്കല്ലിക്കുള്ള റോഡ്. അപ്പം നമ്മളിപ്പോൾ അവിടെ എത്തും കേട്ടോ. അവിടെ എത്തിയിട്ട് എന്താ പറയുക, കുറച്ചങ്ങോട്ട് താഴത്തേക്ക് നടക്കാനുണ്ട്. അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ പോവുകയാണ്. പിന്നെ TK കോളനി റോഡാണ് കേട്ടോ. ഈ സൈഡിൽ ഈ ഭാഗത്ത് എന്ന് പറയുന്നത് പിന്നെ ആ വീട്, പിന്നെ എന്താ പറയുക, സ്ത്രീകളുടെ ഒക്കെ വീടാണ് കേട്ടോ താമസിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തൊക്കെ പുഴയാണ്. ഈ തോട്ടത്തിൻ്റെ ആ ഭാഗത്തൊക്കെ പുഴയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ റബ്ബർ, ഇഷ്ടം പോലെ റബ്ബർ ഉള്ള ഒരു നാടാണ് ഞങ്ങളുടെ നാട് കേട്ടോ. ഇവിടെ ആയിരുന്നു എൻ്റെ ഉപ്പ റബ്ബർ ടാപ്പിങ്. ഞാൻ മരമൊക്കെ മുറിച്ച് പോയി. ഇപ്പോൾ വേറെ മരം വെച്ചതാണ് കേട്ടോ, റബ്ബർ മരം. ഞാനൊക്കെ ചെറിയതായിരുന്നത് എന്താ പറയുക, 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഉപ്പാൻ്റെ അടുത്ത് വന്നിരുന്നു പാലെടുക്കാനൊക്കെ. അത് പിന്നെ ജഡ്ജി സാറ് എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട്, ജസ്റ്റിസ് ശിവരാമൻ നായർ എന്ന് പറയും. ഓരോ എസ്റ്റേറ്റാണ് വരും. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയി. എറണാകുളത്തായിരുന്നു വീട്. എറണാകുളത്തായിരുന്നു ആ ജഡ്ജി സാറ് വീട് കേട്ടോ. പക്ഷെ ഇവിടെ അവർക്ക് ഏക്കർ കണക്കിന് റബ്ബറുകളുണ്ട്. ഇവിടെ എസ്റ്റേറ്റിൽ അവിടെ ഇവിടെയൊക്കെ വീടുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ മെയിൻ റോഡ് കഴിഞ്ഞു. അത് കണ്ടോ, മലകൾ കുന്നുകളൊക്കെ കാണുന്നു. കുഞ്ഞ് മെയിൻ റോഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് ചെറിയ ഇടവഴിക്ക് ഇങ്ങനെ ഇറങ്ങി. നടന്ന് പോരുകയാണെങ്കിൽ അങ്ങനെ പോരാനുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഒന്ന് ബൈക്കിന് പോവാറുണ്ട് ഞങ്ങൾ പോന്നു. അപ്പോൾ ഇവിടെ അധികം കൃഷികളാണ്, കൃഷി ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അധികം ഇവിടെ TK കോളനിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കൃഷി ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. നമ്മൾ ബൈക്കിന് വന്ന് ഇവിടെ ഇറങ്ങി നമ്മളെ പുഴയ്ക്ക് കേട്ടോ. അപ്പം നമ്മൾ വന്ന വഴിയാണ് അത്. പിന്നെ ഇത് ഇങ്ങോട്ടാണല്ലോ ക്യാമറ എടുക്കണ്ടല്ലേ, വന്ന വഴിയാണത്. പിന്നെ നമ്മൾ പുഴയ്ക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകുകയാണ്. നമ്മൾ ഇറങ്ങിപ്പോണ വഴി അറിയണം പുഴയ്ക്ക്. പുഴേൻ്റെ സൗണ്ടൊക്കെ ഇപ്പം കേൾക്കാൻ തുടങ്ങും. വെള്ളം കൂടിയിരിക്കണല്ലേ, മഴ മേലക്ക് മഴ ഉണ്ടായതുകൊണ്ടേ മഴ പെയ്യണോണ്ട് വെള്ളം പെട്ടെന്ന് കൂടും. പക്ഷെ നല്ല ആൾക്കാരുണ്ട്. തണുത്ത വെള്ളാട്ടത്. വെള്ളം ഒരു അടിപൊളിയാണ്. ഏത് നട്ടുച്ചക്ക് വന്നാലും വെള്ളം അടിപൊളിയാണ്. നമ്മുടെ നാട്ടില് നല്ല തെളിഞ്ഞ വെള്ളം ഇല്ല കേട്ടോ. വല്ലാതെ 1-2 ആൾക്കാരെങ്ങാനും ഉണ്ടോന്നു കേട്ടോ അവിടെ. അതാണ് നമ്മുടെ പുഴ, നല്ല തെളിഞ്ഞ വെള്ളം. പുഴ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് ആ പാറ, അതിൻ്റെ മുകളിൽ വലിയ പാറ.
അതാണ് പാറ, വലിയ പാറ അറിയണത് കേട്ടോ. അതാണ്. പിന്നെ നമ്മളെ വെള്ളം ചാടുന്ന സ്ഥലമാണ് അടുത്തത്. സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. അതാ അടിപൊളി നമ്മുടെ പുഴ, കൊട്ടപ്പുഴ. ഇതാണ് ആനക്കുണ്ട്. ഞാനിയൊക്കെ പിന്നെന്താ പറയാ, പുഴേൻ്റെ ആ പാറമ്മ അതിൻ്റെ മോള് കയറി ചാടാൻ പോവാണ് കേട്ടോ. അത് കാണിച്ചു തരാം. നമുക്ക് പിന്നെ അതിൻ്റെ മോൾക്കൊന്നും പോകാനൊന്നും എന്താ പറയാ പേടിയാണ്. കുറച്ച് വെള്ളമേ കൂടിയിട്ടുണ്ട്. പിന്നെ ഒന്നാമത് ഈ സൗണ്ട് കൊണ്ട്, വെള്ളത്തിൻ്റെ സൗണ്ട് കൊണ്ട് കേൾക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് കയറിയിട്ട് ചാടുന്നത് കാണിച്ചത്. ഓക്കേ. കുഞ്ഞാണിയാക്ക മരത്തിന്റെ മുകളിൽ കയറുകയാണ്. ഇതാ മരത്തിന്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ഇതാ അതിന്റെ മുകളിൽ ഇങ്ങനെ കയറിയിട്ട് ആ കുണ്ടക്ക് ഇങ്ങോട്ട് ചാടും. അടിയിൽ നല്ല വെള്ളാണ്. മൂപ്പര് കയറി. അപ്പൊ ആ കുഞ്ഞാണിയൊക്കെ ചാടുകയാണ്. അതാണ് നമ്മളെ ആനക്കുണ്ട് എന്ന് പറയുന്നത് കേട്ടോ. കുഞ്ഞാണിയൊക്കെ അടിക്ക് അങ്ങോട്ട് പോയി. പിന്നെ ഒന്നും കൂടി ചാടുകയാണ് പറഞ്ഞ് പോവാണ്. കുഞ്ഞാണിയൊക്കെ അതാ പിന്നെ കയറിട്ടോ. കുഞ്ഞാണിയാക്ക് ഇതൊക്കെയാണ് എന്താ പറയാ എൻജോയ്മെന്റ് അറിയുന്നത്. നമ്മുടെ കാട് നല്ല കാടാണ്. പാറകള് കണ്ടോ, നല്ല പാറകള് എല്ലാം ഉണ്ട്. അവിടെ ഉണ്ട്. ഇപ്പൊ എന്താ ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഇതാണ് ഞങ്ങളെ കോട്ടപ്പുഴ. അപ്പൊ ഞങ്ങൾക്ക് ഇവിടുന്നൊക്കെ എന്താ പറയാ, ഇങ്ങനെ അലക്കാന് ഒക്കെ പറ്റും. തിരുമ്പാന്, അലക്കാന്, കുളിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. എന്താ പറയാ, ആരും അങ്ങനെ അധികം ആൾക്കാരൊന്നും വരൂല. നമ്മളീ നാട്ടിലുള്ള ആൾക്കാരാണ്. പിന്നെ ദൂരത്തുനിന്ന് വരും. അവരൊക്കെ വരുമ്പോഴത്തേനും കുറച്ച് സമയമാകും കേട്ടോ. അതുപോലെ ഇവിടെ മൂച്ചിണ്ട്. അതിന്റെ മുകളിൽ മൂച്ചിണ്ട്. മൂച്ചിന്റെ മുകളിൽ മാങ്ങ ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ചാടി അതാ പിന്നെ ഇനി മതി അറിയാം കുഞ്ഞാണിയാക്കാനോട്. എന്താ അത്, അവിടെ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട് കേട്ടോ. അതാ ഇങ്ങനെ അപ്പം ഞങ്ങൾ ഇതിൻ്റെ കുറച്ച് മേലെ പോയാൽ അവിടെ മാങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ. പഴുത്തിട്ടില്ല, പഴുക്കാനാവണേ ഉള്ളൂ. ഇപ്പം ചെറിയതാണ്, പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ കണ്ടതാണ് ആനക്കുണ്ട് അറിയുന്നത് കേട്ടോ. കോട്ടപ്പുഴയിലുള്ള ആനക്കുണ്ട് കണ്ടോ, ഒരു പാറ, എന്തോരം വലിയ പാറയാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടപ്പുഴയിൽ കാടും പിന്നെ വള്ളിപ്പടർപ്പും ഒക്കെയാണ്. കണ്ടോ, നല്ല കാടാണ്. വള്ളിപ്പടർപ്പുകൾ തന്നെ വീണു. മൂച്ചിട്ടോ, സംഭവം മൂച്ചിയാണത്. അപ്പൊ ഇതാണ് മക്കളെ നമ്മളെ മൂച്ചി എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്മേലുണ്ട് മാങ്ങ, കിട്ടുമോന്നറിയില്ല.
കുറേ കിട്ടിയിട്ടുണ്ട്. ഇതാ ഇത് നിറച്ചും മാങ്ങണ്ട്. പിന്നെ ഇതാ അത് കൊള്ളാത്തതുകൊണ്ട് കുഞ്ഞാണിയാക്കാൻ്റെ തുണി കഴിച്ചിങ്ങാണ്ട് നല്ല അടിപൊളി കോമാങ്ങ കേട്ടോ. തുണി കഴിച്ചിങ്ങാണ്ട് അതിൽ കെട്ടുകയാണ്. അല്ലാതെ ഒരു നിവർത്തിയില്ല കൊണ്ടുപോകാൻ. ഇതാ ഇത്രയും മാങ്ങ കിട്ടി. ഇറങ്ങിയതാണ് അതൊക്കെ കുഞ്ഞാണിയൊക്കെ അയിമന്ന് പൊട്ടിച്ചെടുത്താട്ടോ കൈ കൊണ്ട്. അപ്പൊ ഇതാ നമ്മളെ മൂച്ചി ഇതാണ് കേട്ടോ. ഇതാണ് സംഭവം മൂച്ചി. ഇതിമെന്ന് എന്തായാലും വെള്ളത്തേക്കേ മാങ്ങ ചാടുള്ളൂ. വെള്ളത്തേക്ക് മാങ്ങ ചാടിയാൽ നേരെ ഒഴുകി വരുന്നത് അവിടെയാണ്. എന്നിട്ട് അവിടെ താഴെ നിന്നിട്ടാണ് ഞാൻ മാങ്ങ പിടിക്കുന്നത് കേട്ടോ. വളരെ റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ പോവാണ് കേട്ടോ മാങ്ങയും കൊണ്ട്. എന്നാൽ ഇനി അടുത്ത വീഡിയോയുമായി വരാം കേട്ടോ.